ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എവിടെയുള്ളത്? കുറുവ ഐലൻഡ് റിസോർട്ട് ആൻഡ് സ്പാ. ഞങ്ങൾ ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ ആനിവേഴ്സറി ട്രിപ്പ് വന്നതാണ്. സോ ഗൈസ്, ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി. ഓപ്പൺ സോഫ ഏരിയ. വി ഹാവ് ദ ബെഡ്, വി ഹാവ് ദ മിറർ. ഇവിടെ ഒരു ചെറിയ മിനി ബാറുണ്ട്. കുറേ സാധനങ്ങൾ, മിഠായി ഉണ്ടല്ലോ, ഡയറി മിൽക്ക്. കുറേ 3-4 സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സാധനം, കച്ചറ. ഇവിടെ നമുക്ക് സാധനമുണ്ട്. നമുക്കൊരു ജാക്കോസി ഉണ്ട്. ആ കുരങ്ങനുണ്ട്, കുരങ്ങൻ്റെ വാലുണ്ട് അവിടെ. ഹാപ്പി ആനിവേഴ്സറി. എന്തെങ്കിലും തരണേ. 10 രൂപ. നമ്മളെ അടുത്തായി നമ്മൾ ചായ കുടിക്കാൻ പോകണം. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇങ്ങോട്ട് അയിക്കൂടി വഴിയുണ്ടാ? അതൊക്കെ അറിയില്ല കേട്ടോ. കണ്ണങ്ങളെയൊന്നും പറ്റൂല. നിങ്ങണ്ട പ്രൊഫഷണൽ ഗെയിമേഴ്സാണ്. കാക്ക ഈ പെരുന്ത് കുട്ടികളെ കൊണ്ടല്ല, കിളുന്ത് കുട്ടികളെ മേലിൽ കാക്ക തോൽക്കണം. നമുക്ക് നേരിട്ട് കാണാം. തോറ്റ് കളിക്കാൻ പോകുന്നത് പാമ്പും കോണിയും. എത്ര ഫുള്ളി യെല്ലോ, അതായത് ഞാൻ ജയിച്ചു. കള്ളക്കളിയല്ല, സത്യക്കളി. അതെന്താണെന്നറിയോ? എങ്ങനെയാ ഒന്നിട്ട് കാണിച്ചില്ല. എങ്ങനെ പിടിച്ചിക്കണേ എന്നിട്ട് അപ്പൊ ഒന്ന് വീണ്. അപ്പൊ പിന്നെ അതെങ്ങനെ അല്ല, അതന്നെ ഇത് ഇങ്ങനെ പിടിച്ചിക്കാണ്ട് ഇതിങ്ങനെ കറക്കിക്ക. അത് ഞാൻ ഇട്ടതല്ല പ്രശ്നം. നിങ്ങൾ മര്യാദ കിട്ടാല് എനിക്ക് നിങ്ങൾ ഇട്ടാ നോക്കട്ടെ. നിങ്ങളിട്ടാ റെഡി ആവല്ലോ. അങ്ങനെയല്ല നിങ്ങൾ ഇട്ടത്. നിങ്ങൾ ഒന്ന് പിടിച്ചിക്കാണ്ട് അതൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ എന്തോ കാട്ടിയിട്ട് ഇങ്ങനെ വന്നു ഒന്ന് അങ്ങനെയല്ല ഇട്ടത്. ഇപ്പൊ നിങ്ങൾ ജയിച്ചു. പക്ഷെ ഞാൻ ആദ്യം ജയിച്ചല്ലോ. നിങ്ങൾ തോറ്റില്ലേ? ഞാൻ ജയിച്ചു, സമ്മതിച്ചതാ. വെൽ പ്ലേഡ്, കൺഗ്രാറ്റുലേഷൻ. അമ്പും വില്ലും കളി കളിക്കുന്ന സുഖേൽ പെരുമാൾ. നിങ്ങൾക്ക് വെക്കാൻ അറിയില്ല. ഞാൻ ആകാശത്ത് കൊണ്ടിട്ടു. കളിക്കാൻ പോണ കളിയുടെ പേരാണ് ബോൾ തട്ടൽ കളി. ഞാൻ വന്നിട്ടില്ല ഈ കളി. എന്താ ഇത് ശരിക്കും ഞാൻ മനസ്സിലായി. ഞാൻ ജയിച്ചു സമ്മതിച്ചില്ലേ? അപ്പൊ ഞാൻ ഈ കളി അറിയാത്ത ഞാൻ ഇതിനാണ് ഫുൾ 10 പോയിന്റ്. ഇതിലേക്ക് ഇനി 2 പോയിന്റ് ജയിക്കണം. ഞാൻ ജയിച്ചു. ടെൻഷനുണ്ടോ? ഓക്കെ, തിന്ന ഗൈസ്. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പാവാടിയും വെള്ള ഷൂസും ഇട്ടിട്ടാണ് കാപ്പി കുടിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുണ്ടോ എത്ര മോർണിംഗിൽ? ലക്ഷറി ആണത്. ആണല്ലേ? ശരി, സോറി സാർ. ഇതാണ് ബബിൾ ബാത്ത്. എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും.
നമുക്ക് ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്. കഴിഞ്ഞു, ഉറങ്ങുമ്പോൾ ആലോചിക്കണേ കേട്ടാ, മനസ്സിലായോ? അടുത്തോളാം. തണുപ്പ് കഴിച്ചു. ഞാൻ വീണാലോ? എനിക്ക് പേടിയുണ്ട്. എന്ത് സുഖമാണ്. നമ്മളെവിടെയുള്ളത്? ബാക്കിൽ വായിച്ചു നോക്കൂ. അതാണ് റിസോർട്ട് ആൻഡ് സ്പാ. സോ നമ്മൾ പൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ദിസ് ഇസ് പൂൾ. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് പൂളിലൊന്നും നമ്മൾ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. മഴ അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതെ, ഞങ്ങൾ വെള്ളത്തിൽ ജനിച്ചതാണ്. മഴത്താണ് ഞങ്ങള് ട്രാവൽ ചെയ്ത്. അതെ, 6 മണിക്കൂർ കണ്ടിന്യൂസ് മഴ കൊണ്ട് ഞങ്ങൾ അഡ്വഞ്ചർ ആയിട്ട് റിസോർട്ടിലെത്തി. സുൽത്താൻ ബത്തേരി എത്തി. സുൽത്താൻ ബത്തേരി നേരെ റിസോർട്ടിൽ വന്നപ്പോ അവരിങ്ങനെ നോക്കുക. പക്ഷെ നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മഴയൊക്കെ ഇങ്ങനെ വേദനയുള്ള മഴ, അതെന്ത് മഴ, അതെ അതെ അങ്ങനെ. പക്ഷെ നല്ലായിരുന്നു. ബൈക്ക്, മഴ, ചുരം, കൂടെ ഭാര്യ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ടോ കണ്ടോ, നിറച്ച് കയ്യും കാലും മാത്രമേ ഉള്ളൂ. അതെന്താ എവിടെ നിങ്ങളെ കണ്ടപ്പോളാ? ഫോട്ടോ എടുക്കാൻ എന്തൊക്കെ സെറ്റപ്പാ. ഉഫ്, എന്ത് എന്ത് ദുരന്തു സഹിക്കുന്നതാണ്. ഫോട്ടോ തരാം. നടന്നു. അവിടെ വന്നേ. സോ ഗൈസ്, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ നല്ല സ്റ്റേ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ ബുദ്ധി വിമാനം തന്നെ. ഒരാൾ പാൻറ് കോട്ടിട്ടിട്ടും പാൻറ് ഇട്ടിട്ടും പാൻറ് ഫുള്ള് നനച്ച്. ബുദ്ധിമാൻ തന്നെ. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ മോൻ നനഞ്ഞു. ഒരു സൈഡ്, ഒരു കാല് ഫുള്ള് നനഞ്ഞു. മാന്തള് അയില അടുത്ത് കാണാൻ പോകുന്നത് മഞ്ഞ് മൂടിയ വേണ്ട. ഒന്നും കാണില്ല. കുറച്ച് ഞാൻ കാണാതാവൂട്ടാ, കുറച്ച് ഞാൻ കാണാതാവും. അങ്ങോട്ട് വീണ് പോയ